ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംസീസ് കിച്ചൺ. നോമ്പിന് നമുക്ക് നല്ല റീഫ്രഷിങ് നൽകുന്ന 3 വെറൈറ്റി ലൈം ജ്യൂസാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. നോമ്പൊക്കെ തുറന്നാൽ നമ്മുടെ ക്ഷീണമൊക്കെ അകറ്റാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 വെറൈറ്റി ലൈം ജ്യൂസ്. വാട്ടർമെലൺ ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. കുരു കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് വത്തക്കയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കളറുള്ള വത്തക്ക വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും, അപ്പോൾ നമ്മളെ ജ്യൂസ് നല്ല കളർ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജ്യൂസിനുള്ള മെഷർമെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മധുരം നോക്കിയിട്ട് അതിന് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ലൈം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോമ്പ് തുറക്കുന്ന ടൈമിലും വേനൽക്കാലത്തൊക്കെ നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ലൈം ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 3 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര്. ഇനി നമ്മുടെ പാകം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈം ആയതുകൊണ്ട് പാകത്തിനുള്ള മധുരമായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കൈതച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരിച്ചതിന് ശേഷം നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാളും നല്ലൊരു റീഫ്രഷിംഗ് ആണ് ഈ ഒരു ലൈം നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ക്യാരറ്റ് ലൈം ജ്യൂസാണ്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. 3 പീസ് ഇഞ്ചിയുടെ കഷ്ണം. നമുക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് നല്ല തണുത്ത വെള്ളവും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഐസ് ക്യൂബൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് ലൈം ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇഞ്ചിയും നാരങ്ങയുടെ നീരും കുറച്ച് അധികം എടുക്കണം. അപ്പോഴുള്ളൂ നമ്മുടെ ക്യാരറ്റ് ലൈം ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് സർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഈ 3 ലൈം ജ്യൂസിലും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ക്യാരറ്റ് ലൈം ജ്യൂസാണ് കേട്ടോ. നല്ലൊരു റീഫ്രഷിങ് തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. മൂന്ന് വെറൈറ്റി ലൈം ജ്യൂസിൻ്റെ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.